പാരാഗ്ലൈഡിംഗ് ഉണ്ട്. അതായത് നമ്മൾ ബോട്ടിൽ കൊണ്ടുപോയിട്ട് അവരിങ്ങനെ പാരച്യൂട്ടിൽ മുകളിൽ കൊണ്ടുപോകും, ബോട്ടിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബസലിക്ക ബോം ജീസസ് ഒരു വേൾഡ് ഹെറിറ്റേജ് മോണുമെന്റ്. ദിൽ ചാത്ത ഹൈ സിനിമയിലെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് ഈ ചപ്പോറ ഫോർട്ട്. അങ്ങനെ വണക്കം, ദിസ് ഇസ് ട്രാവൽ കബൂദ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഹയാത്ത് നിന്നും ചെക്കൗട്ട് ചെയ്ത് നെക്സ്റ്റ് വന്നത് ഐബിസ് സ്റ്റൈൽസ് കലങ്കുട്ടിലാണ്. നമ്മളിവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഗോവയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഹൈബി സ്റ്റൈൽ ഹോട്ടലിൻ്റെയും നമ്മുടെ കുഞ്ഞൊരു ഗോവ എക്സ്പ്ലോറേഷനാണ് നിങ്ങളിനി കാണാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ട്രാവൽ കപ്പ്. അപ്പോൾ ഇതാണ് കലങ്കുട്ടിലുള്ള ഐബി സ്റ്റൈൽസ്. ഐബീസ് ഹോട്ടലിൽ ഞങ്ങൾക്ക് പരിചയം, നമ്മൾ സിംഗപ്പൂർ താമസിക്കുന്ന ഐബീസ് ഹോട്ടലാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഐബീസ് ചൂസ് ചെയ്തത് കലങ്കുട്ടിലെ ഗോവയിൽ. ഇതാണ്. പിന്നെ ഇവിടെ ഐബി സ്റ്റൈലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ റെൻ്റൽ ബേസിസിന് സ്കൂട്ടറും കാറും ഒക്കെ കിട്ടും. അപ്പം ഞങ്ങളും ഇവിടെ നിന്ന് തന്നെ എടുക്കാം എന്ന് വിചാരിക്കുന്നു. ഇതാകുമ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് പോകാമല്ലോ. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്, കാണാൻ തന്നെ നല്ല രസമാണ്, കളർ കോമ്പിനേഷൻ ഒക്കെ. അപ്പോൾ ഇവിടെ മെയിൻ ബിൽഡിങ്ങിൽ ഇവിടെ റിസപ്ഷനുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു ബാങ്ക്വറ്റ് ഹാളും ഉണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. ആണോ, ഇതാണ് അവരുടെ മെയിൻ റിസപ്ഷൻ. ഇതിവിടെ റിസപ്ഷനാണ് കേട്ടോ. റിസപ്ഷൻ്റെ അടുത്ത് തന്നെയാണ് അവർക്ക് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉള്ളത് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ബ്രേക്ക്ഫാസ്റ്റാണ് ഐബി സ്റ്റൈൽസിനുള്ളത്. ഇതാണ് അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തേക്ക് കാണാം. ഇവിടെ പിന്നെ പൂളുണ്ട്, ജിമ്മുണ്ട്, പിന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ഇതൊരു ഔട്ട്ഡോർ സ്പേസ് ആണ് ഐബിസിൻ്റെ. ഇവിടെ ഒരു മാറ്റഡോർ വണ്ടി ഇട്ടിട്ടുണ്ട്, അബ്സല്യൂട്ട് എന്നൊക്കെ എഴുതിയിട്ട്. ഓക്കെ, ഇത് രസമല്ലേ. അപ്പോൾ ഇത് അവരുടെ ഒരു പൂളാണ് കേട്ടോ. നല്ല സ്വിമ്മിങ് പൂളാണ്. ചുറ്റും ചെടികളൊക്കെ ഉണ്ട്, ഇരിക്കാനും സൗകര്യമൊക്കെയുള്ള നല്ലൊരു സ്വിമ്മിങ് പൂളാണിത്. നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നല്ല ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റിസോർട്ട് കീപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഇവിടെ തന്നെ അവർക്ക് ഒരുപാട് റൂംസ് ഉണ്ട്. കണ്ടോ, ഇവിടെ എല്ലാ റൂംസ് വരുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ റൂം ഇതാ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ കണ്ടോ. ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാറൊക്കെ റെൻ്റ് എടുത്താൽ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ താഴെ ഒരു കിഡ്സ് പ്ലേ ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത് കിഡ്സ് കോർണറാണ്. അതായത് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വന്നാൽ അവർക്ക് കളിക്കാനായിട്ട് ഒരു കിഡ്സ് പ്ലേ ഏരിയ തന്നെ, കിഡ്സിന് മാത്രമുള്ളൊരു പ്ലേ ഏരിയ തന്നെ. നോക്കി എന്ത് രസമാണ്. ഒരുപാട് കുഞ്ഞു 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 ടോയ്സ് ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ഓക്കെ, ഇതാണ് ഐബിസിൻ്റെ കിഡ്സ് പ്ലേ ഏരിയ കേട്ടോ. ഫാമിലി ആയിട്ട് വന്നാലും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാം. നമുക്കത് ആ ബെഞ്ചിലേക്ക് ഇങ്ങനെ വിശ്രമിക്കാം. കുട്ടികളിവിടെ കളിച്ചോളും, സേഫാണ്. ഇവിടെയും ചുറ്റും റൂമുകളാണ് വരുന്നത് കേട്ടോ. ഞങ്ങളുടെ റൂം അവിടെയാണ്, സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അവരുടെ അടുത്തൊരു സ്വിമ്മിംഗ് പൂള്. അതൊരു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈം. പിന്നെ ഇവിടെയും കുട്ടികൾക്ക് ജസ്റ്റ് കളിക്കാനായിട്ട് ഒരു ചെറിയ സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കിഡ്സ് പൂളും ഉണ്ട് കേട്ടോ. അപ്പം കുട്ടികൾക്ക് കളിക്കാനായിട്ട് സെപ്പറേറ്റ് പൂളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പൂളിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 feet ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐബിസിൽ 2 പൂളുണ്ട് കേട്ടോ. കൊള്ളാമല്ലേ, നല്ല 2 പൂളാണ്. നല്ല ക്ലീൻ ആണ്. അത് രാവിലെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഐബീസ് ഹോട്ടലിലെ ഒരു ജിമ്മ് വരുന്നത്. അത്യാവശ്യം നല്ല എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ജിമ്മാണ്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഐബീസിലാണ് ഒന്ന് താമസിക്കുകയാണെങ്കിൽ നല്ലൊരു ജിമ്മാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐബീസ് സ്റ്റൈൽ കലങ്കുട്ട് ഗോവയിലെ റൂം ഇതാണ്. ഞാൻ റൂമിൽ നിന്ന് കാണിച്ചു തരാം. അവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ് തന്നെ ഉണ്ട്. പിന്നെ TV ഉണ്ട്, അലമാരയുണ്ട്, അത്യാവശ്യം അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. നമുക്ക് ഹീറ്ററും പിന്നെ കോഫി മഗ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അവിടെ ബാത്റൂം വരുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ബാത്റൂം ആണ്. പിന്നെ ഇവിടുന്ന് ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഒന്ന് കാണിച്ചു തരാം.
ഇതൊരു ബാൽക്കണിയാണ് കണ്ടോ. ഇതെല്ലാം അവരുടെ റൂംസ് ആണ്. പിന്നെ അവിടെ ഒരു പൂളുണ്ട്, പിന്നെ ഫ്രണ്ടിൽ ഒരു പൂളുണ്ട്, പിന്നെ അവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഇപ്പോൾ ഗോവയിലാണ്. ഇപ്പോൾ ഗോവയിൽ കുറച്ച് ബീച്ചസും ഇവിടെ കൂടുതലുള്ള ബീച്ചസ് അല്ലേ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഗോവയിലാണ്. ഇറങ്ങി കുറച്ച് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയത് ആദ്യം ഭാഗ ബീച്ചിലാണ്. നോർത്ത് ഗോവയിലുള്ള ഭാഗ ബീച്ചാണ്. ഭയങ്കര ആക്ടിവിറ്റി ഒക്കെ ഉള്ളൊരു ബീച്ചാണ് ഭാഗ ബീച്ച്. അപ്പോൾ ഇത് ഭാഗ ബീച്ചിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരുപാട് ഷാക്കുകളുണ്ട് കേട്ടോ, ഒരുപാട് ഷാക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഷാക്കുകളിലൊക്കെ ഇരുന്ന് 2 ബിയറൊക്കെ അടിച്ച് ഈവനിങ് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ബീച്ചിൽ ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. എന്താ പറയണേ, ബീച്ച് തൊട്ടിയോ, കുറച്ച് ബീച്ച് കളിപ്പാട്ടം ടോയ്സ്. അതുകൊണ്ട് അവിടെ വലിയ ഇതിൽ ഭാഗ ബീച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങള് നോർമലി ഗോവ വരുമ്പോ സൗത്ത് ഗോവയിലാണ് കേട്ടോ കൂടുതൽ പോവാറ്. ഈ പ്രാവശ്യം നോർത്ത് വരാമെന്ന് വിചാരിച്ചു. നോർത്ത് ഭയങ്കര തിരക്കാണ്. അതായത് ഏറ്റവും കൂടുതൽ ഹാപ്പനിങ് പ്ലേസ്, പാർട്ടീസ് ആയാലും വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ആയാലും എല്ലാം കൂടുതലും ഉള്ളത് നോർത്ത് ഗോവയിലാണ്. ഞാൻ നിൽക്കുന്ന ഭാഗ, കലങ്കുട്ട് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. സൗത്ത് ഗോവ കുറച്ച് കാം ആൻഡ് ക്വൈറ്റ് ബീച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഭാഗ ബീച്ചിൽ വന്നു. അബ്ദുവിനൊന്ന് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ഐബിസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാർ റെൻ്റൽ കിട്ടും. അങ്ങനെ ഒരു ബെലിനോ കാറ് 2 ദിവസത്തേക്കാണെങ്കിൽ ഒരു ദിവസം 1500 വെച്ച് 2 ദിവസത്തേക്ക് എടുത്തു. ആ കാറിനാണ് ഇപ്പോൾ ഭാഗ ബീച്ചിൽ വന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഭാഗ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുന്നത്. എൻ്റെ ചുറ്റും ആക്ച്വലി നല്ല ടൂറിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നല്ല ടൂറിസ്റ്റുള്ള സമയമാണ്. ആക്ച്വലി ഒരു ഓഫ് സീസണാണ് പറയുന്നത്. എന്നിരുന്നാലും നല്ല ടൂറിസ്റ്റ് ഉണ്ട്. അതോടൊപ്പം ഒരുപാട് ഷാക്കുകളുണ്ട്, ഇഷ്ടം പോലെ ഷാക്കുകൾ. നമുക്ക് സീ ഫുഡൊക്കെ ട്രൈ ചെയ്യാനായിട്ട് നല്ല നല്ല ഷാക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ 2 പേര് ഇതാ മണ്ണിൽ കളിക്കുകയാണ്. ഓക്കെ, 2 കൊച്ചു കുട്ടികൾ ഇവിടെ ഇതാ മണ്ണിൽ കളിക്കുകയാണ്. നോക്ക്, ഇത് 30 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി, ഇത് ഒരു കൊച്ചുകുട്ടി മണ്ണിൽ കളിക്കുന്നതാണ്. അത് ബീച്ച് ആക്ടിവിറ്റികൾക്കുള്ള സാധനങ്ങൾ, ടോയ്സ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗ ബീച്ചിലെ മെയിൻ ആക്ടിവിറ്റീസ് പറഞ്ഞാൽ നമുക്കിവിടെ പാരാഗ്ലൈഡിങ് ഉണ്ട്. അതായത് നമ്മൾ ബോട്ടിൽ കൊണ്ടുപോയിട്ട് അവരിങ്ങനെ പാരച്യൂട്ടിൽ മുകളിൽ കൊണ്ടുപോകും, ബോട്ടിൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ ജെറ്റ്സ്കി ഉണ്ട്, ബനാന ബോട്ട് റൈഡ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉള്ളൊരു നല്ല ഒരു ബീച്ചാണ് ഈ ഭാഗ ബീച്ച്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം ഇത്തരം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും തിരക്കുള്ളൊരു ബീച്ചാണ് ഈ ഭാഗ ബീച്ച് കേട്ടോ. പക്ഷെ നല്ല ഹാപ്പനിങ് പ്ലേസ് ആണ്. ഒരു സൺസെറ്റ് ടൈമൊക്കെ ആകുമ്പോൾ ഈ എല്ലാ ഷാക്കുകളിലും ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ പിന്നെ അതേപോലെ ഇവിടുത്തെ മണ്ണ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി മണ്ണാട്ടോ. നല്ല മാവ് പൊടി പോലെ ഇരിക്കുന്ന അരിപ്പൊടി പോലത്തെ മണ്ണാണ്. അതുകൊണ്ട് അരിപ്പൊടി പോലത്തെ മണ്ണാണ്, നല്ല മണ്ണാണ്. കാര്യം എല്ലാ കുട്ടികളും മണ്ണിലും വെള്ളത്തിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ബീച്ച്. പിന്നെ ബീച്ചിൽ സേഫ് ഗാർഡൊക്കെ ഉണ്ട്, ആൾക്കാരും ഇവിടെ നിൽപ്പുണ്ട്. അവർ ഒരു റെഡ് സോണൊക്കെ കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ അവിടെ ആൾക്കാരുണ്ട്. അപ്പം അതും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെ കുട്ടികളെ നോക്കണം. കൊള്ളാല്ലേ, നല്ലൊരു വൈബാണ് ഈ ഒരു ഭാഗ ബീച്ചിൽ. ഇനി കുറച്ചുകൂടെ വൈകുന്നേരങ്ങളാകുമ്പോൾ നല്ല രസമാണ്. മിക്ക ഷാക്കുകളിലും അവരിങ്ങനെ ഈ വെളിയിലോട്ട് ടേബിൾസിലുണ്ട്. ആ ടേബിൾസിലൊക്കെ ക്യാൻഡിൽ ലൈറ്റ് കൊണ്ടുവയ്ക്കും, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന കോൺസെപ്റ്റിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ കുടകളൊക്കെ നമ്മൾ പോയി ചുമ്മാ ബാഗ് എടുത്ത് വെച്ച് കിടക്കുകയാണെങ്കിൽ ചുമ്മാ എന്ന് വിചാരിക്കരുത്, അതിൽ വന്ന് പൈസ മേടിക്കും. കാര്യം അത് പേ ആൻഡ് യൂസിലാണ്. അത് ആ ഒരു പേ ആൻഡ് യൂസാണ് ഈ ഒരു കുടയൊക്കെ. അപ്പോൾ ഇതാണ് ഭാഗ ബീച്ചിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓൾഡ് ഗോവയിലാണ്. ഓൾഡ് ഗോവയിൽ ഇവിടെ ഒരു ബസലിക്ക ഓഫ് ബോം ജീസസ്, ലേക്ക് കാത്തഡ്രൽ, അങ്ങനെ കുറച്ച് പഴയ ചർച്ചൊക്കെ ഉണ്ട്. അതൊന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർത്ത് ഗോവയിൽ നിന്ന് ഇപ്പോൾ ഒരു ഓൾഡ് ഗോവയിൽ വന്നു. അറൗണ്ട് ഒരു 20-25 കിലോമീറ്റേഴ്സ് ഉണ്ട്. വന്നിട്ട് നമ്മൾ ബസലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞ പഴയ ഒരു ചർച്ച് കാണാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ടിക്കറ്റ് ഒന്നുമില്ല, എൻട്രി ഫ്രീ ആണ്. അപ്പോൾ ഈ കാണുന്ന വലിയൊരു ബിൽഡിംഗ് ആണ് ബസലിക്ക ഓഫ് ബോം ജീസസ്. ഓൾഡ് ഗോവയിലുള്ള പഴയ ചർച്ചാണ് കേട്ടോ. നല്ല പഴക്കമുള്ളൊരു ചർച്ചാണ്. പിന്നെ അവിടെ ഒരു മ്യൂസിയമോ എന്തോ ആണ്, പണ്ട് വന്നാണ് എനിക്ക്. അപ്പോൾ ഇതാണ് ബസലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞ പഴയ ആ ഒരു ചർച്ച് കേട്ടോ. നോക്കിയാൽ ഇത് രസമല്ലേ, ആ പഴയ ബിൽഡിംഗ് ആണ്. ആ പഴമ അങ്ങനെ നിന്നിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഓൾഡ് ഗോവയിലുള്ള ഒരു സ്ഥലമാണ് ഈ ബസലിക്ക ഓഫ് ബോം ജീസസ്. അപ്പോൾ നമ്മുടെ ഈ ബസലിക്ക ബോം ജീസസ് ഒരു വേൾഡ് ഹെറിറ്റേജ് മോണുമെൻ്റ് ആണ്, യുനെസ്കോയുടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനകത്തുള്ളിലേക്ക് കയറി നോക്കാം എന്താ ഉള്ളതെന്ന്. ഇതൊരു പഴയ ചർച്ചാണല്ലോ. നമ്മൾ ഗോവയിൽ വന്നാൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു മെയിൻ പോയിന്റ് അതൊക്കെയാണ്, ഈ ബസലിക്ക ഓഫ് ബോം ജീസസിൻ്റെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ചർച്ചിനകത്ത് കയറി തിരിച്ചു വന്നു. ഇത് വർക്കിംഗ് ആയിട്ടൊരു ചർച്ചാണ്. പഴയ അൾത്താരയുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്.
അതോടൊപ്പം അവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ പ്രീസ്റ്റ്ഫുൾ റെസിഡൻസ് ഉണ്ട്. അതേപോലെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അതിനകത്ത് മൊബൈലോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്, ഇങ്ങനെ ആ ഒരു ജീസസിനെയൊക്കെ പറ്റിയുള്ളതും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കാണാം. അത് 20 രൂപ ടിക്കറ്റാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അകത്തെല്ലാം കയറി കണ്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ, ലേക്ക് കാത്തഡ്രൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇതിനടുത്ത് തന്നെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. മ്യൂസിയം പോയി കാണാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത് വന്നത് അഗോഡ ഫോർട്ടിലാണ്. അഗോഡ ഫോർട്ടിൻ്റെ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 25 രൂപയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അഗോഡ ഫോർട്ട് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് അഗോഡ ഫോർട്ടിലോട്ട് കയറാണ്. രണ്ട് സൈഡും വലിയ കിടങ്ങാണ് കേട്ടോ, വലിയ വലിയ കുഴിയാണ്. അതവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് കയറണം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അഗോഡ ഫോർട്ട്. അഗോഡ ഫോർട്ടിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എന്ത് രസമല്ലേ, പഴയ കാലത്തൊരു ഫോർട്ടാണ്. അതിനപ്പുറത്ത് കടലാണ് കേട്ടോ. കടലിനോട് ചേർന്നുള്ളൊരു ഫോർട്ടാണ് ഈ അഗോഡ ഫോർട്ട്. അപ്പോൾ അഗോഡ ഫോർട്ടിൽ വന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് നല്ല ഒരു കടലിൻ്റെ അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങോട്ട് നമുക്ക് മിസ്റ്റ് പോലെ തോന്നും, അത്ര ഭംഗിയായിട്ടാണ് നമുക്ക് കടൽ കാണാൻ പറ്റുന്നത്. ഇതാണ് അഗോഡ ഫോർട്ട്. നമുക്ക് ഇവിടെ നിന്ന് കടലിൻ്റെ ഒരു കാഴ്ച കാണാം. നല്ല അടിപൊളി ഒരു കടലിൻ്റെ കാഴ്ചയാണ് നമുക്ക് അഗോഡ ഫോർട്ടിൽ നിന്ന് കാണാൻ പറ്റും. നോക്കി അവിടെ ഒരു ക്രൂസൊക്കെ കിടക്കുന്ന കാണാം. നല്ല ഭംഗിയാട്ടോ, നോക്കി എന്ത് രസമാണ്. അപ്പോൾ നമ്മൾ അടുത്ത് എത്തിയത് ഗോവയിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായ ചപ്പോറ ഫോർട്ടിലാണ്. ചപ്പോറ ഫോർട്ടിന് ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ചപ്പോറ ഫോർട്ട്. ദിൽ ചാത്ത ഹൈ സിനിമയിൽ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് ഈ ചപ്പോറ ഫോർട്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഫോട്ടോ ആണ് കേട്ടോ. നമുക്ക് ചുറ്റും ആ ബീച്ചൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ്. ഇവിടെയൊക്കെ നമ്മളിന്ന് പണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ദിൽ ചാത്ത ഹൈ സിനിമയാണ് ഓർമ്മ വരുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ. ആ ദിൽ ചാത്ത ഹൈ പാട്ടിലൊക്കെ ഈ ഒരു ഫോട്ടോ അവർ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചപ്പോറ ഫോർട്ട്. ഇവിടെ വരുന്നവർ മിക്കവർക്കും ഓർമ്മ വരുന്നത് ദിൽ ചാത്ത ഹൈ സിനിമ തന്നെ ആയിരിക്കും. എസ്പെഷ്യലി ബാച്ചിലേഴ്സ് പയ്യന്മാർ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഓർമ്മ വരുന്നത്. അത്ര നല്ലൊരു ഫോർട്ടാണ് ഈ ഒരു ചപ്പോറ ഫോർട്ട്. പിന്നെ വരുമ്പോൾ കഴിവതും വൈകിട്ട് വരാം, ഒരു 4 o'clock വരിക. കാര്യം 5 വരെ ഇവിടെ ഉള്ളൂ. ബട്ട് 4 o'clock വന്നാൽ വെയിലിൻ്റെ കാഠിന്യം കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ നല്ല വെയിലാണ്. വൈകുന്നേരം വന്നാൽ കുറച്ച് വെയിൽ കുറവായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് നിങ്ങൾ അട്ടപ്പളാണ്, ഭയങ്കര വെയിലായിരിക്കും. ഇപ്പോൾ ഒരു 4 o'clock 4:45 5 വരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട്, ബട്ട് നല്ല കാറ്റുണ്ട്, നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചപ്പോറ ഫോർട്ട് എല്ലാം കണ്ട് പുറത്തിറങ്ങി. നല്ലൊരു ഫോർട്ടാട്ടോ. വൈകുന്നേരങ്ങളിലോ രാവിലെ 10 to 5 ആണ്. ഞാൻ പറയുന്നത് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഈസ് ആഫ്റ്റർ 4. എൻട്രി ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. പാർക്കിംഗ് ഫീ ഉണ്ട്, 100 രൂപയാണ് കേട്ടോ പാർക്കിംഗ് ഫീ. ഇറ്റ്സ് വർത്ത്. വൺ ടൈം ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു ചപ്പോറ ഫോർട്ട് കാണേണ്ടതാണ്. അവിടെ നല്ലൊരു ബീച്ച് വ്യൂ കാണാം. ഇവിടെ ഒരുപാട് കടകളും ഉണ്ട്. നമുക്ക് ലഘു വെള്ളം കുടിക്കാനും പാനീയങ്ങൾക്കും ലഘു ഭക്ഷണത്തിനൊക്കെ ഒരുപാട് കടകളും ഉണ്ട്. കാര്യം ഈ വെയിൽ കൊണ്ട് ക്ഷീണിച്ചാൽ വെള്ളം കുടിക്കാൻ ഒരുപാട് കൊച്ചു കൊച്ചു കടകളുണ്ട് കേട്ടോ. അതൊരു ഫ്രൂട്ട് മേടിച്ചില്ല. അതെവിടെ ഫ്രൂട്ട് മേടിച്ചു? പക്ഷേ ഫ്രൂട്ട് വേണ്ട, കരിക്കുള്ള മതി. അയ്യോ സ്വതപ്പിട്ടേ. അത് ആക്ച്വലി അമ്മൂമ്മ അവിടെ ഇരിക്കാൻ പറഞ്ഞോണ്ട് ഒരു അമ്മൂമ്മ അവിടെ അതിനോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു സെന്റിമെന്റ്സിൽ ആ അമ്മൂമ്മയല്ലേ എന്തെങ്കിലും മേടിച്ചേക്കാന്ന് കരുതി പാവം അത് മേടിച്ചതാണ്. ഗോവയിൽ വന്നാൽ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നോർത്ത് ഗോവ, പിന്നെ ഓൾഡ് ഗോവ, പിന്നെ സൗത്ത് ഗോവ. നമ്മളിപ്പോൾ നിന്നതെല്ലാം നോർത്ത് ഗോവയിലാണ്. അപ്പോൾ നോർത്ത് ഗോവയിലാണ് കൂടുതലും ഈ ഹാപ്പനിങ് പ്ലേസ്, അതായത് പാർട്ടി, നല്ല ബീച്ചസ്, ഭാഗ ബീച്ച്, അഞ്ജുണ ബീച്ച്, പിന്നെ മോർജിം, അശ്വം, ബാഗട്ടർ, കലങ്കുട്ട്, ഇതെല്ലാം നോർത്ത് ഗോവയിലാണ്. ഓൾഡ് ഗോവ പോവുകയാണെങ്കിലും അവിടെയാണ് ബസേലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച്, അങ്ങനെയുള്ള പഴയ മോണ്യുമെന്റ്സും ഹെറിറ്റേജ് സൈറ്റും ഒക്കെ. പിന്നെ സൗത്ത് ഗോവ പോവുകയാണെങ്കിൽ കുറച്ച് കാം ആൻഡ് ക്വൈറ്റ്, കോള ബീച്ച്, അങ്ങനത്തെ കാം ആൻഡ് ക്വൈറ്റ് ബീച്ചസ്, ഫാലോലം ബീച്ചൊക്കെ. പിന്നെ നോർത്ത് ഗോവയിലാണ് കൂടുതൽ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ്. ഈ ഭാഗ, കലങ്കുട്ട് അവിടെയാണ് ഈ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസും കുറച്ചുകൂടെ ഹാപ്പനിങ് പ്ലേസും ഉള്ളത്. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ ഇതൊക്കെ നോക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം. ഇതൊന്നും കൂടാതെ ഫോർട്ട്സ് ഉണ്ട്. അത് നമുക്ക് നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും നല്ല നല്ല ഫോർട്ട്സ് ഉണ്ട്. ചപ്പോറ ഫോർട്ട് ഉണ്ട്, അഗൗഡ ഫോർട്ട് ഉണ്ട്, മറ്റേ കബോഡി രാമ ഉണ്ട് സൗത്ത് പോവാണെങ്കിൽ. അപ്പോൾ ഒരു ബീച്ച്, ഫോർട്ട്,
പിന്നെ വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടും ഒരുപാട് സാഞ്ചുറീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറെ ദൂരെയാണ്. അത് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഫുഡ് ട്രൈ ചെയ്യാനാണെങ്കിൽ ഒരുപാട് നല്ല സീ ഫുഡ് ഫ്രൈസ് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഫുഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ ബീച്ചസിന്റെ അവിടെ നല്ല നല്ല ഷാക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പോയ ഒന്ന് രണ്ട് മെയിൻ സ്ഥലമാണ്. ഒന്ന് പപ്പിൾ മാർട്ടിനി, നല്ലൊരു ഷാക്കാണ് കലങ്കുട്ടുള്ള, അല്ല എവിടെയായിരുന്നു ഭാഗമുള്ള. പിന്നെ കേർലീസ് ഉണ്ട് കലങ്കുട്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഷാക്സ് ഉണ്ട്. നല്ല ഫുഡും ഫ്രൈ ആവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി പീപ്പ് കിച്ചൺ, അതും നല്ല പ്രോപ്പർ സ്ഥലമാണ്. വിനായക ഫാമിലി റെസ്റ്റോറന്റ്, പിന്നെ ഫാറ്റ് ഫിഷ് ഉണ്ട്, കൊങ്കണി കാന്റീൻ. അപ്പൊ ഇതൊക്കെ നല്ല ഗോവൻ ഫിഷ് താലി കിട്ടുന്ന കടകളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഗോവ എല്ലാം കറങ്ങി ഇന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ് IBS. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് നോക്കുകയാണെങ്കിൽ IBS നല്ലൊരു പ്രോപ്പർട്ടിയാണ് കല്ലങ്കോട്ട് ഗോവയിലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഗോവ എക്സ്പ്ലോറും ഈ ഒരു IBS ഹോട്ടലിന്റെയും വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. If you not subscribe channel, please do subscribe and hit the bell icon for notification for our next video. This is Tram Cup. Bye. നമുക്ക് കൂട്ടാക്കായി ഇവിടെ ഒരു ആളുണ്ടാവും. തിമ്പപ്പുഴുണ്ട്. This is തപക്. Very good. ഇവിടെ നോക്കി പറ. This is തപക്.